പരിചയപ്പെടാൻ പോകുന്നത് റെനോയുടെ ക്വിഡ് RXL ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടിംഗ് മോഡൽ വെഹിക്കിളാണ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വിഡ് RXL ഓപ്ഷൻ AMT എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഇതൊരു മോസ്റ്റ് അഫോർഡബിൾ വെഹിക്കിളാണ്. നമുക്കൊരു സ്റ്റാർട്ടിംഗ് ലോ ബഡ്ജറ്റിന് ഒരു AMT യൂസ് ചെയ്യുന്നവർക്കും ലേഡീസും കാര്യങ്ങൾക്കും സ്റ്റാർട്ടിംഗ് ഒരു വണ്ടി പഠിച്ചിട്ടെടുക്കുന്നവർക്കും എടുക്കാൻ പറ്റിയ ഒരു വേരിയന്റ് ആണ് RXL ഓപ്ഷൻ എന്ന് പറയും. ഇതിനകത്ത് തന്നെ അത്യാവശ്യം ഒരു 14 സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. മോസ്റ്റ് അഫോർഡബിൾ ആണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു DRL ബേസ് മോഡലിൽ നമ്മൾ DRL വരുന്നുണ്ട്. റെനോയുടെ ഒരു ബാഡ്ജിങ് ആണ് കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് ഈ രണ്ട് സൈഡിലും വരുന്നത്. താഴെ നമുക്ക് ഫോഗ് ലാമ്പിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ടയർ സൈസ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഒരു വലിയ വീലാർച്ച് ഗ്ലാഡിങ് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളുമാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് മോഡലായിട്ട് നമുക്ക് ഇതിനകത്തൊരു ടച്ച് സ്ക്രീൻ റെനോ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ വയർ ത്രൂ കണക്റ്റഡ് ആണ്. അത്യാവശ്യം AMT ഡയലാണ് കാണുന്നത്. പിന്നെ ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഫ്രണ്ട് 2 ഡോറിന്റെ പവർ വിൻഡോസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഡോർ ലോക്ക്, ഹസാർഡ് ലൈറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ബേസ് മോഡലാണെങ്കിലും ഇത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഒരു 3 അത്യാവശ്യം നല്ലൊരു നീ റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ബെഞ്ച് ഫോൾഡബിൾ സീറ്റ് ആണ്. അത്യാവശ്യം ഒരു SUV ലുക്ക് ഇതിന് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു SUV ലുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. SUV ലുക്ക് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. ഈ സെഗ്മെന്റിൽ വരുമ്പോൾ 279 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഉണ്ട്. അത് ബെഞ്ചബിൾ ഫോൾഡബിൾ ആണ്. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ തൊട്ട് തന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS വിത്ത് EBD, സെൻസറിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ESP, ഹിൽ സ്റ്റാർട്ട് AMTയിൽ മാത്രമേ ഉള്ളൂ. ഹിൽ സ്റ്റാർട്ട്, ടയർ പ്രഷർ മോഡ്, ഈ ടയറിന്റെ ഏത് പ്രഷർ പറഞ്ഞാലും നമുക്ക് കവേർഡ് ആണ്. പിന്നെ ഇതിനും വാറണ്ടി 3 ഇയർ 1 lakh കിലോമീറ്റർ വാറണ്ടിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് 2025 റെനോ കൊടുക്കുന്നത്. പിന്നെ 7 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 7 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. ഈ കൊച്ചൊരു വണ്ടിക്ക് ഒരു മാനുഫാക്ചേഴ്സും ഇത്രയും ഒരു വാറണ്ടി പീരീഡ് കൊടുക്കുന്നില്ല. അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ടാണ് അവർ ഇത്രയും വാറണ്ടി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 7 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. നമുക്ക് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ബേസ് മോഡിൽ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ മിറേഴ്സ് ഒക്കെ ഇന്റേണലി അഡ്ജസ്റ്റബിൾ ആണ്. നാവിഗേഷൻ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. ഇനി ഇതിനകത്ത് കളർ ഓപ്ഷൻ വൈറ്റ്, സിൽവർ, എല്ലാ ബേസ് മോഡിലോട്ട് തന്നെ എല്ലാ കളറും അവൈലബിൾ ആണ്. വൈറ്റ്, സിൽവർ, ഈ കാണുന്ന ഔട്ട് ബാക്ക് ബ്രൗൺസ് എന്ന് പറഞ്ഞ കളറാണ്. ആ കിടക്കുന്നതാണ് സൺസ്കാർ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് ഈ കാണുന്നത്. സൺസ്കാർ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് ഈ കാണുന്നത്. പിന്നെ വണ്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവ് അതിൻ്റെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ നമ്പറിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യം ഓഫേഴ്സ് നമുക്ക് നോർമൽ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതിൽ അഡീഷണൽ ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. VLEസിന് അഡീഷണൽ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ നമ്പർ താഴെ കാണാൻ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.